ഹായ്. ഇന്ന് ഈസ്റ്റർ അല്ലേ? എല്ലാവരും പള്ളിയിലെല്ലാം പോയിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ചല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റ് ആണ്. അതിന് വേണ്ട ചേരുവകളാണ് പച്ചമുളക് 15 എണ്ണം, 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ കൊത്തു വേണം, സവാള ഉള്ളി 2 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ബീഫ് 1/2 കിലോ ആണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ബീഫിനുള്ളതാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്ന റെസിപ്പി. അതിന് ഞാൻ പൊടിച്ചെടുക്കുകയാണ് മുളക്, മല്ലി, കറുവപ്പട്ട, കുരുമുളക്. ഇത്രയും സാധനം കൂടാണ് ഞാൻ ചൂടാക്കി പൊടിക്കുന്നത്. ബീഫിനകത്ത് അല്പം ഉപ്പ് പൊടി ഇടുക, 1 സ്പൂൺ മുളക് പൊടി ഇടുക, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ ബീഫ് കുക്കറിലിട്ട് 6 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൽ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ മുളക്, മല്ലി, കുരുമുളക് ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം. അത് ഓരോന്നായിട്ട് നമുക്ക് ചൂടാക്കാൻ. ആദ്യം മുളകിടുക. ഒരു 15 മുളകാണിത് എടുത്തേക്കുന്നത്. 15 മുളക് വേണം. അത് ചൂടാക്കി എടുക്കുക. ഈ മുളക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാൻ. അതിന് ശേഷം നമ്മൾ മല്ലി, പെരിഞ്ജീരകം, കറുവപ്പട്ട ഇതും കൂടെ നല്ലപോലെ ചൂടാക്കി എടുക്കുക. ഇത് ചൂടാക്കി എടുത്തതിന് ശേഷം തണുക്കാൻ വെക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിൽ പൊടിച്ച് മാറ്റി വെക്കുക. അടുത്ത പ്രോസസ്സ് വേറൊരു പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിനുള്ള 1/2 കിലോയ്ക്കുള്ള ആവശ്യത്തിനുള്ള എണ്ണയെന്ന് പറയുമ്പോൾ ഒരു 3 സ്പൂണെങ്കിലും അതിലൊഴിക്കണം. സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് കേര വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. എന്നിട്ട് കടുക് ഇടുക. അതിൽ മുളക് ഉപയോഗിക്കുക. വറുക്കാനുള്ള മുളക് ഉപയോഗിക്കുന്നു. കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ മുഖത്തോട്ടൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി മാറി നിന്നോണം കേട്ടോ. കടുകൊക്കെയാണ്. എന്നിട്ട് അതിനകത്ത് ആ തേങ്ങ കൊത്ത് നമ്മൾ അതിനകത്തിട്ട് ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഇളക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി എണ്ണയിലിട്ട് മൂപ്പിക്കുക. പച്ചമുളക് ഇടുക. പച്ചമുളക് 15 ഞാൻ എടുത്ത് വെച്ചില്ലേ, അതാണ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ ഇഞ്ചി റോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മൾ ആ പൊടിക്കാൻ എടുത്ത് വെച്ചത് പൊടിച്ചെടുക്കുക. മിക്സിയിൽ മുളകും മല്ലി, കുരുമുളക് എല്ലാം പൊടിച്ചെടുക്കുക. മുളകൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള ഉള്ളി 2 എണ്ണം അരിഞ്ഞു വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കണം. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആവണം. ആയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പൊടിച്ചു വെച്ച പൊടികൾ ഇതിൽ ആഡ് ചെയ്യണം. അതൊരു 3-3.5 സ്പൂൺ ഇടണം ആ പൊടി.
3.5 സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ ഒരു കുത്തുണ്ട് ചെറിയൊരു മുളകിൻ്റെയൊക്കെ, അത് മാറുന്നിടം വരെ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം ആ മുളക്. അതിന് ശേഷം 2 സ്പൂൺ, ചെറിയ സ്പൂണിലാണ് അത്, വിനിഗർ ഒഴിച്ചു കൊടുക്കണം 2 സ്പൂണ്. എന്നിട്ട് ബീഫ്, നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ആക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ. എരിവും ഞാൻ 3.5 സ്പൂണേ ഇട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കേണ്ടത്. ചിലവർക്ക് എരിവ് കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ബീഫ് റോസ്റ്റ് ശരിയായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.